ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് ബൈറ്റ്സ്. ഇന്നലെ നമ്മൾ പാർട്ട് 5 സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിന്നറിൻ്റെ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ഞാൻ എന്തായാലും ഡിസ്കസ് ചെയ്യാമെന്ന്. സോ ടുഡേ ഇൻ ഡെയിലി ടോപ്പ് മിനി സീരീസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് വിച്ച് വാസ് പ്രൊപ്പോസ്ഡ് ബൈ B.F. സ്കിന്നർ. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. സ്കിന്നറിന് ഒരു എക്സ്പെരിമെൻ്റാണ് ഫസ്റ്റ് തന്നെ ആൾ കണ്ടക്ട് ചെയ്യുന്നത്. ആ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഒരു റാറ്റിനെ സ്കിന്നർ ഒരു ബോക്സിലിട്ടു. ആ ബോക്സിനെ സ്കിന്നർ ബോക്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ആ ഒരു ബോക്സിൽ ഒരു ലിവർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിവറിൽ അവൻ അറിയാതെ അതിൽ കൂടെ ഓടിക്കളിക്കുമ്പോൾ അറിയാതെ അവൻ ആ കാലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ഫുഡ് വരും. സോ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അവൻ ആ ഒരു കാര്യം മനസ്സിലായത്. സോ ഒരു പ്രാവശ്യം അവൻ പ്രസ് ചെയ്യും, ഫുഡ് വരും. രണ്ടാമത്തെ പ്രാവശ്യം അവൻ പ്രസ് ചെയ്യും, ഫുഡ് വരും. അപ്പോൾ അവനത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഒരു പ്രാവശ്യം അവൻ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ വീണ്ടും അത് ചെയ്യാൻ തുടങ്ങി. അതാണ് അവന് കിട്ടിയ റെസ്പോൺസ്. അണ്ടർസ്റ്റുഡ്? നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്സ് ഓഫ് റെസ്പോൺസാണ് ഉള്ളത്. ഒന്ന് എലിസിറ്റഡ് റെസ്പോൺസും ഒന്ന് എമിറ്റഡ് റെസ്പോൺസും. എലിസിറ്റഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റെസ്പോൺസ്. അണ്ടർസ്റ്റുഡ്? അതല്ലാതെ എമിറ്റഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ തന്നെത്താനേ ഉണ്ടായത്. അതിനെ നമ്മൾ ഓപ്പറൻ്റ് എന്ന് വിളിക്കും, ഓപ്പറേഷൻസ് എന്ന് വിളിക്കും. മനസ്സിലായോ? ഇപ്പോൾ ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ റാറ്റ് തന്നെത്താനേ ഇങ്ങനെ ഓടിക്കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പോയി ചവിട്ടി. ആ ഒരു ലിവറിനെ ഒന്ന് പോയി ചവിട്ടിയപ്പോഴാണ് അവൻ ആ ഫുഡ് കിട്ടിയത്. ഓക്കെ, നമ്മളുടെ ഇന്നലത്തെ ക്ലാസ്സിൽ തൊറൻഡിക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പറഞ്ഞു. അവിടെയും തൊറൻഡിക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത് റാറ്റിനെ വെച്ച് അതിനെ പസിൽ ബോക്സ് എന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് സ്കിന്നറിൻ്റെയും. ബട്ട് തൊറൻഡിക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ സ്റ്റിമുലസിനെയും റെസ്പോൺസും ഒരുമിച്ച് കൊണ്ടുപോയാണ് ആ ഒരു തിയറി കണ്ടക്ട് ചെയ്തത്. ബട്ട് ഇവിടെ സ്കിന്നർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് റെസ്പോൺസിനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറീനെ നമ്മൾ R ടൈപ്പ് തിയറി എന്നും വിളിക്കുമായിരുന്നു. ഓക്കെ, പിന്നെ ഈ ഒരു തിയറിയുടെ വേറൊരു പേരാണ് ഇൻസ്ട്രുമെൻറ്റ് കണ്ടീഷൻ, റെയിൻഫോഴ്സ്മെൻറ്റ് പ്രിൻസിപ്പിൾ, അങ്ങനെ ഒരു 3-4 നെയിംസ് ഉണ്ട്. So first one, operant condition, it is also known as instrument condition. The other name is R-type theory. The next one is reward learning. Reward learning എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അത് ചിലപ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും. ഐ ഹോപ്പ് നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും. പോസിറ്റീവ് റിവാർഡൊന്നും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു കുട്ടി നല്ല മാർക്സ് മേടിച്ചു, ഒരു 100 on 100 മേടിച്ചു. അപ്പോൾ അവന് നമ്മളൊരു പോസിറ്റീവ് റിവാർഡായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയോ ഇല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവനത് ഒരു ഇൻസ്പിറേഷനാവും. കൊള്ളാം, എനിക്കൊരു പോസിറ്റീവ് റിവാർഡ് കിട്ടുന്നുണ്ട്, അപ്പോൾ ഞാനിത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതുപോലത്തെ തന്നെ ഗിഫ്റ്റുകളും അങ്ങനെ കിട്ടും. ഓക്കെ, ആ സ്ഥാനത്ത് അവനൊരു എന്തെങ്കിലും ഒരു ചീത്ത കാര്യം അല്ലെങ്കിൽ അവിടെ അവൻ്റെ ഫ്രണ്ടായിട്ട് ഫൈറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ അവനെ കുറേ ചീത്ത പറഞ്ഞു. അത് അവനത്ര ഇഷ്ടമുണ്ടാവില്ല. അത് ഒരു നെഗറ്റീവ് റിവാർഡാണ് അവനപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇനിയത്തെ ടൈമിൽ അവന് അങ്ങനെ ഒരു ഫൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കാൻ ട്രൈ ചെയ്യും. അണ്ടർസ്റ്റുഡ്? അതിനാണ് ഇവിടെ കൂടുതൽ സ്കിന്നർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പീപ്പിൾ ലൈക്ലി ടു എമിറ്റ് റെസ്പോൺസ് ദാറ്റ് ആർ റിവാർഡഡ് ആൻഡ് വിൽ നോട്ട് എമിറ്റ് റെസ്പോൺസ് ദാറ്റ് ആർ നൈദർ ഫോളോഡ് ബൈ എനി റിവാർഡ് ഓർ പണിഷ്മെൻറ്റ്. എന്തെങ്കിലും ഒരു റിവാർഡ് ഉള്ളതാണെങ്കിൽ അവർ പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യാൻ നോക്കും. അല്ല, അവർക്ക് റിവാർഡൊന്നും കിട്ടണില്ല, പണിഷ്മെൻറ്റാണ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അവരത് ചെയ്യാൻ നോക്കില്ല. സ്കിന്നർ ബിലീവ് ദാറ്റ് ദ ബിഹേവിയർ ഇസ് വോളണ്ടറി ആൻഡ് ഡിറ്റർമൈൻഡ്, മെയിൻറ്റെയിൻഡ് ആൻഡ് കൺട്രോൾഡ് ബൈ സീക്വൻസസ്. എന്തെങ്കിലും ഒരു കോൺസിക്വൻസസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വോളണ്ടറി, ഡിറ്റർമൈൻഡ് ആൻഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ആൾ പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിം, one must focus on the external or observable causes of behavior rather than internal mental events such as motivation, thoughts, feelings. ഈ ഒരു പോയിന്റിൽ നമ്മുടെ ഓപ്പറൻറ്റ് കണ്ടീഷനിൽ സ്കിന്നർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എക്സ്റ്റേണലായിട്ട് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ, എക്സ്റ്റേണലും ഒബ്സർവബിളായിട്ട് നടക്കുന്ന ഓരോ കോഴ്സുകളെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലാതെ ഇൻറ്റേർണലായിട്ടുള്ള മെൻ്റൽ ഇവൻറ്റ്സ്
സച്ച് എസ് മോട്ടിവേഷൻ, തോട്ട്സ്, ഫീലിങ്സ്, അതിനൊന്നും ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഓപ്പറൻറ്റ് കണ്ടീഷനെ ഇൻസ്ട്രുമെൻറ്റ് കണ്ടീഷൻ എന്നും വിളിക്കുന്നു. അത് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ലേണിംഗ് ഡെവലപ്ഡ് ത്രൂ റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ് ഫോർ എ പെർട്ടിക്കുലർ. അതുകൊണ്ടാണ് അതിനെ ഇൻസ്ട്രുമെൻറ്റ് കണ്ടീഷനിങ് എന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 എലമെൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് സ്റ്റിമുലസ് സിറ്റുവേഷൻ, സെക്കൻഡ് വൺ ഇസ് ബിഹേവിയറൽ റെസ്പോൺസ് ടു ദ സിറ്റുവേഷൻ, ഞാൻ എങ്ങനെ ബിഹേവിയർ ചെയ്തു. ദെൻ ദ തേർഡ് വൺ ഇസ് കോൺസിക്വൻസസ് റെസ്പോൺസ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സ്റ്റിമുലസ് സിറ്റുവേഷൻ, പിന്നെ ബിഹേവിയറൽ റെസ്പോൺസ് ടു ദ സിറ്റുവേഷൻ, പിന്നെ കോൺസിക്വൻസസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡ്രൈവർ അപ്ലൈസ് എ ബ്രേക്ക് ടു അവോയ്ഡ് ആക്സിഡൻറ്റ്. ദ ആക്സിഡൻറ്റ് ഉണ്ടായേനെ ഇഫ് ഹീ ഡസൻ അപ്ലൈ ദ ബ്രേക്ക്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് സ്റ്റിമുലസ് സിറ്റുവേഷൻ. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ബ്രേക്ക്, ഞാൻ ബ്രേക്ക് ചവിട്ടി, അതാണ് എൻ്റെ ബിഹേവിയർ. ദെൻ ദ കോൺസിക്വൻസസ് എന്താ? അവിടെ ബ്രേക്ക് ചവിട്ടിയതുകൊണ്ട് നമ്മൾ എസ്കേപ്പ് ഫ്രം ആക്സിഡൻറ്റ്. ദാറ്റ്സ് ഇറ്റ്. ശരിക്കും കാര്യം ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ്: ഓപ്പറൻറ്റ് കണ്ടീഷൻ, ഇൻസ്ട്രുമെൻറ്റ് കണ്ടീഷൻ, റെയിൻഫോഴ്സ്മെൻറ്റ് പ്രിൻസിപ്പിളിന് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. റിവാർഡ് ലേണിംഗ് എന്ന് വിളിക്കും. BF സ്കിന്നർ എന്നാണ് ആളുടെ പേര്. സ്കിന്നറിൻ്റെ ബോക്സിൻ്റെ പേര് സ്കിന്നർ ബോക്സ് എന്നാണ്. റാറ്റിനെ വെച്ചാണ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്. 2 ടൈപ്സ് ഓഫ് റെസ്പോൺസ് ഉണ്ട്, എലിസിറ്റഡ് റെസ്പോൺസും എമിറ്റഡ് റെസ്പോൺസും. ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എമിറ്റഡ് റെസ്പോൺസ്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുത്തതല്ല, തന്നെത്താനെ ഉണ്ടായ റെസ്പോൺസാണ് എമിറ്റഡ് റെസ്പോൺസ്. പിന്നെ ഇതിനെ ടൈപ്പ് തിയറി എന്ന് പറയും. റെസ്പോൺസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൾ എപ്പോഴും ഫീലിങ്സ്, തോട്ട്സ്, മോട്ടിവേഷൻ അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എന്താണോ സംഭവിച്ചത് സംഭവിച്ച ആ ഒരു റെസ്പോൺസിനാണ് സ്റ്റിമുലസ് കൊടുക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. കേരള സെറ്റ് എക്സാം ജൂൺ 2020 ഈ ഒരു സീരീസ് കഴിയുമ്പോൾ ഐ ആം പ്ലാനിങ് ഫോർ NTA നെറ്റ് പേപ്പർ 1. പേപ്പർ 1ൻ്റെ ഒരു സീരീസ് തുടങ്ങാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇഫ് യു പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്, ഡു ലെറ്റ് മീ നോ വിത്ത് പോപ്പിംഗ് അപ്പ് യുവർ ലൈക്ക് ബട്ടൺ. If you pop the like button, I'll be putting regularly NTA net paper 1 general paper.